നമസ്കാരം. ഇന്ത്യക്കെതിരെ തീരുവ ഭീഷണി മുഴക്കിയിട്ടും കാര്യമായ മാറ്റമൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ വീണ്ടും അടുത്ത ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. 25% തീരുവയ്ക്ക് പുറമെ അധിക ചുങ്കം ചുമത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ എത്ര ശതമാനം ചുങ്കമാണ് ചുമത്തുക എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഏത് വിധേനയും നിർത്താനുള്ള എല്ലാ കളികളും അമേരിക്ക ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇത് വ്യക്തമാണ്. ട്രംപ് വിചാരിച്ചതുപോലെ തീരുവ ഭീഷണിയിൽ ഇന്ത്യ ഭയന്നോടിയിട്ടില്ല. മറുപടി നൽകേണ്ടടുത്ത് മറുപടിയും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചും ഇന്ത്യ ശക്തമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരായ ആരോപണങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായി ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി തുടരുന്ന വ്യാപാര ബന്ധങ്ങളുടെ വിവരങ്ങൾ നിരത്തിയാണ് ഇന്ത്യ ട്രംപിന്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടിയത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കെതിരെ താരിഫ് ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് വിദേശകാര്യ മന്ത്രാലയം രൂക്ഷമായ ഭാഷയിലാണ് മറുപടി നൽകിയത്. റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുകയും അത് ശുദ്ധീകരിച്ച് ഉയർന്ന വിലയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കുകയും ചെയ്യുന്നതിലൂടെ ഇന്ത്യ ലാഭം നേടുന്നുവെന്നായിരുന്നു ട്രംപിന്റെ പ്രധാന ആരോപണം. റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചോ അതിലെ മരണങ്ങളെക്കുറിച്ചോ ഇന്ത്യക്ക് താല്പര്യമില്ലെന്നും ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് തങ്ങളുടെ തകർന്ന സമ്പദ് വ്യവസ്ഥയുമായി മുന്നോട്ടു പോകട്ടെയെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണങ്ങളെ അന്യായവും യുക്തിരഹിതവുമാണെന്ന് വിശേഷിപ്പിച്ചു. ഒരു രാജ്യവുമായുള്ള ഇന്ത്യയുടെ ബന്ധം മറ്റൊരു രാജ്യത്തിന്റെ കാഴ്ചപ്പാടിലൂടെ കാണേണ്ടതില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കും. രാജ്യത്തെ പൗരന്മാർക്ക് ഏറ്റവും മികച്ച നിലയിൽ ഊർജം ലഭ്യമാക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രഥമ പരിഗണന. യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 2% എന്ന നിലയിൽ നിന്ന് 35 മുതൽ 40% വരെ വർദ്ധിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ ഈ നടപടി ആഗോള ഊർജ വിപണിയുടെ സ്ഥിരതയ്ക്ക് സഹായിച്ചിട്ടുണ്ടെന്ന് മുൻപ് അമേരിക്ക പോലും അംഗീകരിച്ചിരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. റഷ്യയുമായി സ്ഥിരവും കാലം തെളിയിച്ചതുമായ പങ്കാളിത്തമാണ് ഇന്ത്യക്കുള്ളതെന്നും ഈ ബന്ധം ഒരു മൂന്നാം രാജ്യത്തിന്റെ സമ്മർദ്ദങ്ങളിലേക്ക് വഴങ്ങേണ്ടിയില്ലെന്നും ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.